ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1598. ഇന്ന് മെയ് മാസം 16-ാം തീയതി 137-ാമത്തെ ദിവസത്തിലെത്തി. കാത്തിരിപ്പിന്റെ ദിനങ്ങളില് ഏതൊരാൾക്കും തമ്പുരാന്റെ സന്നദ്ധിയില് ഏറ്റുപറയാവുന്നൊരു കാര്യമാണ്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ അത് പഠിപ്പിച്ചു തരുന്നുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിന്റെ 10-ാമത്തെ തിരുവചനം. എങ്കിലും ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിന്റെ കൃപയാലാകും. എന്നോടുള്ള ദൈവത്തിന്റെ കൃപ നിഷ്ഫലമായിട്ടില്ല. എങ്കിലും എല്ലാവരെക്കാളും ഞാൻ അത്യധികം അധ്വാനിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനല്ലല്ലോ, എന്നോടൊപ്പമുള്ള ദൈവത്തിന്റെ കൃപയത്രേ അധ്വാനിച്ചത്. ഇതൊരു ഏറ്റുപറച്ചിലാക്കാമോ? ശരിക്കും ഒരു തുറവിയുടെ ഹൃദയമൊന്ന് തുറക്കുന്നതിന്റെ, അറിവ് നിറയുന്നതിന്റെ, പ്രകാശം വന്ന് നമ്മളെ ചുറ്റിപ്പൊതിയുന്നതിന്റെ ഏറ്റവും പ്രത്യക്ഷ അടയാളം കൂടിയാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിന്റെ കൃപയാലാണ്. ആ ദൈവത്തിന്റെ കൃപയിൽ തുടർന്ന് മാരിപ്പാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ അധ്വാനിച്ചതിന്റെ കണക്കും കാര്യങ്ങളും വളരെ ഗൗരവത്തോടും അഭിമാനത്തോടും ഇത്തിരി അഹങ്കാരത്തോടും കൂടി പറയുന്നുണ്ടാവും നമ്മൾ. പക്ഷെ അധ്വാനിക്കാനായിട്ട് പ്രാപ്തി തന്ന ദൈവത്തിന്റെ കൃപയെ കാണാതെ പോയിട്ടുണ്ട്, അവഗണിച്ചു കളഞ്ഞിട്ടുണ്ട്. അതിനുമൊരു തിരുത്തലും പരിഹാരവും വേണ്ടേ? എല്ലാം എന്നിലുള്ള ദൈവത്തിന്റെ കൃപ തന്നെയാണ്. ആ കൃപയെ തിരിച്ചറിയാനായിട്ട് ദൈവത്തിന്റെ നടത്തിപ്പുകളെ കുറെ കൊണ്ട് നന്ദിയോടുകൂടി ധ്യാനിപ്പാനായിട്ട് ഏതൊരാളുടെയും ഉള്ളിൽ ആ പരമചൈതന്യത്തിന്റെ പ്രകാശമുണ്ടാവണം. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ ദിനങ്ങളിൽ ഏതൊരാളും ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അതിനുവേണ്ടി തന്നെയാണ്. ആ ദൈവത്തിന്റെ കരുതലും കാവലും കൃപയും ആവോളം ഉണ്ടായിരുന്നു. ഒപ്പം ഒത്തിരി പരുക്കുകൾ ഏറ്റിട്ടുണ്ട്, ഏറെ പരിഹാസവും ഒരുപാട് പരാജയവും. അതെല്ലാം എന്നെ കുറെ കൂടി പാകപ്പെടുത്താൻ വേണ്ടിയാവും. നല്ല ഫലം കായ്ക്കുവാനായിട്ട് വൃക്ഷത്തിന്റെ ശാഖകളൊക്കെ വെട്ടിയൊരുക്കുന്നതിനെ കുറിച്ച് ക്രിസ്തുയേശു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഞാൻ സഹിക്കേണ്ടി വന്ന സഹനങ്ങളും ത്യാഗങ്ങളും വേദനകളുമൊക്കെ കുറെ കൂടി ദൈവത്തിന്റെ ഇടപെടലിനു വേണ്ടി എന്നെ പാകപ്പെടുത്താൻ വേണ്ടി ആണ്. ആ ഒരു ഉറപ്പിലേക്കും കൂടി പരിശുദ്ധാത്മാവ് എന്നെ നയിച്ചാലും. ആമേൻ.